കോളനിയുടെ സപ്തതി സമാപനത്തിന് തുടക്കമായി. തൂക്കുപാലത്ത് മുണ്ടിയരുമയിലും ഇന്നലെ സാംസ്കാരിക പരിപാടികൾ നടന്നു. 31-നാണ് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. കോളനിയുടെ സപ്തതി ആഘോഷത്തിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് കഴിഞ്ഞ വർഷം കോളനിയുടെ സ്ഥിരാകേന്ദ്രമായ തൂക്കുപാലത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ സമാപനത്തിനാണ് ഇന്നലെ തുടക്കമായത്. തൂക്കുപാലം പബ്ലിക് ലൈബ്രറി ഗ്രൗണ്ടിൽ 71 മൺചിരാതുകൾ തെളിയിച്ച പട്ടംതാണു പിള്ളയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കോളനി രൂപീകരിച്ചിട്ട് ഈ വർഷം ഇപ്പോൾ ഇത് 71-ാം പിറന്നാളാണ്. കഴിഞ്ഞ വർഷം, അതായത് 70-ാം വർഷം നമ്മൾ ആരംഭിച്ച സപ്തതി ആഘോഷ പരിപാടികൾക്ക്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായ പരിപാടികളാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിനുശേഷം ഇടയ്ക്ക് നമ്മൾ കാർഷിക സെമിനാറൊക്കെ ഉൾപ്പെടെയുള്ള പരിപാടികളും, അതോടൊപ്പം തന്നെ SSLC +2 പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടിയ കുട്ടികളെയൊക്കെ ആദരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം നമ്മളതിന്റെ സമാപനം ഇവിടെ നടത്തുകയാണ്. സമാപനത്തോടനുബന്ധിച്ച് ഇന്നിപ്പം ഈ പബ്ലിക് ലൈബ്രറിയുടെ ഗ്രൗണ്ടില് ചിരാത് തെളിച്ചുകൊണ്ട് ഏറെ ആരാധ്യനായ നമുക്ക് ഈ ഭൂമി പതിച്ചു നിന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടംതാണു പിള്ള അവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ എല്ലാവരും പുഷ്പാർച്ചന നടത്തി. നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും തന്നെ ഇത് അവരുടെ ഒരു സ്വന്തം കാര്യം പോലെ, അതായത് അവരുടെ ഒരു വീട്ടിലെ കാര്യം പോലെയാണ് പട്ടം കോളനിയുടെ കാര്യം എന്ന് പറയുമ്പോൾ അതിനെ കാണേണ്ടത്. 30-31 തീയതികളിലായി നടക്കുന്ന സമാപന പരിപാടിയിൽ മന്ത്രിമാർ, MP, MLA മാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന പരിപാടിക്ക് ആഘോഷ കമ്മിറ്റി ചെയർമാൻ KR ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്നൻ പുളിക്കൽ, R അഖിൽ, മോഹനൻ മുല്ലക്കൽ, സ്വാഗത സംഘം ഭാരവാഹികളായ G ഗോപകൃഷ്ണൻ, ജോമൻ താന്നിക്കൽ, ജോൺ പുല്ലാട്, KS രാജ്മോഹൻ, P മുഹമ്മദ് ബഷീർ, സിന്ധു സുകുമാരൻ നായർ, രാജേഷ് ചന്ദ്ര എന്നിവർ നേതൃത്വം നൽകി. മുണ്ടിയരുമയിലും ആഘോഷ പരിപാടികൾ നടന്നു.